ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മുടെ വ്യൂവേഴ്സ് പറഞ്ഞാണ് ഹോം ടൂർ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കിച്ചൺ ടൂർ വീഡിയോ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു ഇംഗ്ലീഷ് ടൈപ്പ് കിച്ചൺ അല്ലെങ്കിൽ ഒരു സെമി ക്ലാസിക്കൽ കിച്ചൻ്റെ മോഡുലാർ കിച്ചൻ്റെ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു കിച്ചൺ ടൂർ തന്നെ, ഇതിനകത്തുള്ള സാധനങ്ങളും എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളതെന്നും അല്ലെങ്കിൽ ഈ ഒരു കിച്ചൻ്റെ ആ ഒരു ഫുൾ കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇൻഷാല്ല ഒരുപാട് ആൾക്കാർ വീടുണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ കിച്ചൺ റിലേറ്റഡ് അറിയാൻ കുറേ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. ഒരുപാട് ആൾക്കാർ പേഴ്സണലി എനിക്ക് മെസ്സേജ് ആക്കാറുണ്ട് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ കിച്ചൻ്റെ ഡോർ തന്നെ ഇങ്ങനെ ഒരു ഗ്ലാസ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെക്കായിട്ടുള്ള, അത് അകത്തുനിന്ന് കാണാൻ പറ്റുന്നത്, കാരണം ഇതൊരു ഇംഗ്ലീഷ് ടൈപ്പ് കിച്ചൺ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മൾ ഡൈനിങ്ങിൻ്റെ ആ ഒരു സ്പേസിൽ നിന്ന് കാണുന്ന രീതിയിലാണ് ഇവിടുന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡോർ തന്നെ. സോ നമുക്ക് അകത്തേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കിച്ചൺ, മോഡുലാർ വൈറ്റ് കിച്ചൺ കേട്ടോ. പിന്നെ എനിക്ക് 2 കിച്ചൺ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് കിച്ചൺ വൈറ്റും മറ്റേ കിച്ചൺ ഗ്രീനും, രണ്ടും ഒരു ടീം തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ പിൻഡ് കമൻ്റ് ആയിട്ട് കൊടുക്കാം. ഞാൻ ആദ്യം നമുക്ക് കിച്ചൺ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീടൊക്കെ വെക്കുന്നവർക്ക് കിച്ചൺ റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ അറിയേണ്ടി വരും. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ മനസ്സിലൊരു വൈറ്റ് കിച്ചൺ ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യുക ആ വൈറ്റ് കിച്ചണിൽ കേട്ടോ. അപ്പം നമ്മളിവിടെ 100% ഗർജൻ മറൈൻ പ്ലൈവുഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇമ്പോർട്ടഡ് ഫ്രം ഇന്തോനേഷ്യയാണ്, ഇമ്പോർട്ടഡ് ക്വാളിറ്റിയാണ്. ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി, വോയിസ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഇവിടെ ഫുള്ളി മോഡുലാർ സിസ്റ്റം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ക്യാബിനറ്റ്സ് ഒക്കെ നമുക്ക് ഏത് സമയത്തും നമുക്ക് ക്യാബിനറ്റ്സ് എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ക്യാബിനറ്റ് മാത്രമാണെങ്കിൽ ആ ഒരു ക്യാബിനറ്റ് മാത്രം എടുത്ത് മാറ്റിയാൽ മതി. റിപ്പയർ ചെയ്യുമ്പോൾ മറ്റ് അടുത്തുള്ള ക്യാബിനറ്റ്സ് ഒന്നും അത് ബാധിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ മിനി ഫിക്സ് കണക്റ്റേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സ്ക്രൂസ് ഒന്നും കാണൂല കേട്ടോ, പുറത്തേക്ക് കാണൂല. അത്രയും ഫുള്ളി മോഡുലാർ സിസ്റ്റമാണ് ഇവിടെ ഈ ഒരു മോഡുലാർ കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ PU പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഡിസൈൻസ് മേക്ക് ചെയ്യാനും പിന്നെ നല്ലൊരു സുപ്പീരിയർ പെയിൻറ്റ് ഫിനിഷിനായിട്ടും PU പെയിൻറ്റ് ICA ഇറ്റലി അതാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് റിലേറ്റഡ്, അങ്ങനെ കുറേ ക്യാബിനറ്റ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വൈറ്റ് കിച്ചൺ സെമി ക്ലാസിക്കൽ മോഡുലാർ കിച്ചൺ ചെയ്തിട്ടുള്ളത്, ഇവിടുത്തെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത് 100% ഗർജൻ മറൈൻ പ്ലൈവുഡ് ആണ് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടഡ് ഫ്രം ഇന്തോനേഷ്യ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലൈവുഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ ക്യാബിനറ്റ്സ് എല്ലാതും ഓക്കെ. പിന്നെ ഈ ഒരു കിച്ചണിൽ മൊത്തം ഞാൻ ക്യാബിനറ്റ്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാ ഈ കാണുന്ന സൈഡ് കണ്ടോ, അതായത് ഈ ക്യാബിനറ്റ്സിൻ്റെ അകത്തൊക്കെ നമുക്ക് സാധനങ്ങൾ എടുത്ത് വെക്കാം. വീട്ടിൽ നമുക്ക് പാത്രങ്ങളൊക്കെ എന്തായാലും ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെക്കാൻ ഒത്തിരി ക്യാബിനറ്റ്സ് നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം മോഡുലാർ കിച്ചൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. സെയിം എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽ തന്നെയാണ് ഇവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഇപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലേത് കാണിച്ചിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങാം. അതിൽ നല്ലത് ആദ്യം ടോപ്പ് കാണിച്ചു തരാം. ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ ശേഷം കൊടുക്കാം ഇതിൻ്റെ മേലെ എന്തൊക്കെയാണ് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. ഇനിയും ഇവിടെ ഒരുപാട് പാത്രങ്ങൾ വെക്കാനുണ്ട്. ഞാൻ മൊത്തത്തിൽ വെച്ചിട്ടില്ല, ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ വെച്ചെന്നേ ഉള്ളൂ. ഏറ്റവും ടോപ്പിൽ നമ്മളെ കുക്ക് വെയർ സെറ്റുകളാണ്, UAE നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുക്ക് വെയർ സെറ്റുകളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഏറ്റവും ടോപ്പിൽ ഓരോ സെറ്റും അത് ആ ഒരു രീതിയിൽ തന്നെ വെച്ചിട്ടുള്ളത്. ഇതിലൊക്കെ ഒരുപാട് പാത്രങ്ങൾ നമുക്ക് വെക്കാം ഉണ്ടോ, ഇത്രയും സ്പേസ് ഉണ്ട്. പക്ഷെ ഒരുപാട് പാത്രങ്ങൾ വെക്കാം. എന്നാലും ഞാൻ പിന്നെ ഓരോ സെറ്റായിട്ട് കാരണം അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഇവിടെ ക്യാബിനറ്റ്സ്. ഇവിടെയും സ്പേസ് ഉണ്ട്. ഇവിടെ ഞാൻ പിന്നെ അധികം പാത്രം വെച്ചിട്ടില്ല, കുറച്ച് മാത്രം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് സാധനങ്ങൾ വെക്കാനുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ നമ്മുടെ കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെ മുകളിൽ. ഫസ്റ്റ് തന്നെ ഞാൻ മേലത്തെ ക്യാബിനറ്റ്സ് കാണിക്കാൻ കാരണം വേറെ ഒന്നുമില്ല, അതിന് തന്നെ അതൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ആക്കി വെക്കാമല്ലോ ഓപ്പൺ ചെയ്യാൻ. കാരണം ഇത് ഹൈറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ സഹായം വേണ്ടി വരും, അല്ലെങ്കിൽ സ്റ്റൂൾ ഇട്ടിട്ട് കയറി വേണ്ടി വരും. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാ ഇനി എപ്പോഴും നമുക്ക് അതിന് പറ്റുമോ എന്നുള്ളത്. കാരണം നമ്മൾ യൂസ് ചെയ്യാത്ത പാത്രങ്ങളില്ലേ അതൊക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ വെക്കാം. യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ താഴെയും വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഓക്കെ,
അപ്പോൾ അതിനെ ഞാൻ അത്രയും ഹൈറ്റിൽ ആ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ എല്ലാം നമ്മൾ മേലെ യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. അപ്പം യൂട്ടിലിറ്റി ഏരിയ പോയിട്ട് ഇങ്ങനെ എപ്പോഴും എടുത്തു വരാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ അങ്ങനത്തെ പാത്രങ്ങൾ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇവിടെ ഗ്ലാസ് വെക്കണം എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഗ്ലാസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അകത്ത് എന്തെങ്കിലും വൃത്തികേട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തേക്ക് കാണും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഗ്ലാസ് വേണ്ട, പ്ലെയിൻ വൈറ്റ് തന്നെ മതി എന്നുള്ളത്. ഡോറ് തുറന്ന കാണുന്ന ഭാഗമാണിത് കേട്ടോ. അതായത് ഡൈനിങ്ങിൻ്റെ അവിടെ നിന്ന് കാണുന്ന ഭാഗമാണ് ഈ ഒരു ഏരിയ. ഇവിടെ ഇങ്ങനെ 3 ചെയർസ് കൊടുത്തിട്ടുണ്ട്. ഇവരൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടി ഉണ്ട് കേട്ടോ. നമ്മളിതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല, അതാണ് സത്യാവസ്ഥ. കാരണം വൈറ്റ് കിച്ചൺ ആയതുകൊണ്ട് തന്നെ എനിക്കെന്തോ എന്താ പറയുക യൂസ് ചെയ്യാൻ ഒരു മടി. ഇതിങ്ങനെ വൃത്തിയിൽ കിടക്കുന്ന കാണുമ്പോഴേ നമ്മൾ പിന്നെ മറ്റേ കിച്ചണും ഗ്രീൻ കിച്ചൺ ഉണ്ടല്ലോ, അതും മോഡുലാർ കിച്ചൺ തന്നെയാണ്. പക്ഷേ അത് ബ്ലാക്ക് ആണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. ഇതിൽ കോട്ട്സ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പലരും അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോട്ട്സിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, കറായിട്ടുണ്ടെങ്കിൽ പോവില്ല അങ്ങനെയൊക്കെ. കോട്ട്സ് പോളിഷ് ചെയ്യാൻ പറ്റും. നമ്മളെ ടൈൽസിൻ്റെ വർക്കേഴ്സ് നമ്മളോട് പറഞ്ഞതാണ്. ഇവർ നമുക്കത് പോളിഷ് ചെയ്തു തന്നു. നമ്മളിത് വെച്ച സമയത്ത് ഈ ഒരു കളറൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ പോളിഷ് ചെയ്തു. അപ്പോൾ നമുക്ക് കോട്ട്സ് പോളിഷ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ ടൈൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കൂ, കോട്ട്സ് പോളിഷ് ചെയ്യാൻ പറ്റുമോ. നമ്മുടെ ടൈലിൻ്റെ ടീം കോട്ട്സ് പോളിഷ് ചെയ്ത് തന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. അതിൽ 3 വൈറ്റ് ചെയർസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത കേട്ടോ ഈ ചെയർസൊക്കെ. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ അവൻ വരുന്നത്. ഇത് OTG ആണ് കേട്ടോ. ഞാൻ മൈക്രോവേവ് വേണ്ടെന്ന് പറഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നീ യൂസ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. പിന്നെ ഞാനിതിവിടെ വെക്കാൻ കാരണം വേറെ ഒന്നുമില്ല. നമുക്കിപ്പം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇവിടെ വെച്ചിട്ട് കേക്ക് ബാറ്ററൊക്കെ മിക്സ് ചെയ്തിട്ട് നേരെ വെക്കാനൊക്കെ ഉള്ള സൗകര്യത്തിനാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് മതി എന്ന് പറഞ്ഞത്. ഈ 2 കിച്ചണും ചെയ്തിട്ടുള്ള ആ ടീമിൻ്റെ പേര് ഞാനിവിടെ പിൻഡ് കമൻ്റ് ആയിട്ട് കൊടുക്കാം. വ്യൂ സ്പേസ് ഇൻറ്റീരിയർ സ്റ്റുഡിയോ ആണ് അവരുടെ പേര്. ഡീറ്റെയിൽസൊക്കെ നമ്പറൊക്കെ ഞാനിവിടെ പിൻഡ് കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കഴിഞ്ഞല്ലോ അല്ലേ. ഇനി ഇവിടെ റിബ്ഡ് ഗ്ലാസ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. അതായത് അടുപ്പിച്ചാണ് ഈ ലൈൻസ് വന്നിട്ടുള്ളത് കേട്ടോ. ഫ്ലൂട്ടഡ് ഗ്ലാസ് ഉണ്ട്, റിബ്ഡ് ഗ്ലാസ്സും ഉണ്ട്, അങ്ങനെയും കൊടുക്കാം. ഫ്ലൂട്ടഡ് ഗ്ലാസ് നമ്മുടെ പ്രേയർ റൂമിൽ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നതുകൊണ്ട് ഇവിടെ റിബ്ഡാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ലുക്കില്ലേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അകത്തുള്ളത് കാണാനും പറ്റും, എന്നാലോ ഒരു എന്താ പറയുക വല്ലാണ്ട് വിശദമായിട്ട് കാണൂല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇങ്ങനെ തൊടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, റിബ്ഡ് ഗ്ലാസിൻ്റെ ആ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ അധികം സെറ്റ് ആക്കിയിട്ടൊന്നുമില്ല. ഇവിടെ മേലെ കുറച്ച് വലിയ നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒരുപാട് പാത്രങ്ങൾ നമുക്കിവിടെ സെറ്റ് ആക്കാനുണ്ട്. ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിന് ശേഷം കൊടുക്കാം കേട്ടോ. ഞാനിത് എടുക്കുന്ന വീഡിയോസൊക്കെ. ആദ്യം ഞാൻ വിചാരിച്ചു ഇതിലൊന്നും വെക്കാണ്ട് പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്ക് കിച്ചൺ കാണിച്ചു തരാമെന്ന്. പിന്നെ വിചാരിച്ചു നിങ്ങൾക്ക് പാത്രങ്ങൾ കാണാനാണല്ലോ പാത്രങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ കാണാനാണല്ലോ കിച്ചൺ ടൂർ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ട് അത്യാവശ്യം കുറച്ച് പാത്രങ്ങളെ വെച്ചിട്ടുള്ളൂ. ഇനി ഒരുപാട് പാത്രങ്ങളുണ്ട്. അൺബോക്സിങ്ങിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞു. പിന്നെ എനിക്ക് കൗണ്ടർ ടോപ്പ് നമ്മുടെ വ്യൂവേഴ്സ് എപ്പോഴും പറയുന്നതാണ്, കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നിറയെ കുത്തി നിറയ്ക്കണത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കിതിങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കണതാണ് ഇഷ്ടം. പക്ഷെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോഴേ കുറച്ച് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു വീഡിയോക്ക് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഭംഗി ഉണ്ടാവില്ല. അപ്പം പെട്ടെന്ന് വന്നിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാനിവിടെ ഇങ്ങനെ അത്യാവശ്യം വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഗ്രീൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. ഇത് നെസ്റ്റേഷ്യൻ്റെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. നെസ്റ്റേഷ്യൻ്റെ കുറേ പ്രൊഡക്ട്സ് എൻ്റെ അടുത്തുണ്ട്. കുറച്ച് നല്ല വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയുക പാത്രങ്ങളും കണ്ടെയ്നേഴ്സും സ്റ്റോറേജ് ബോക്സുകളൊക്കെ ഇപ്പം അടുത്തും കൂടി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കോട്ട്സ് ആണ്, ഇത് നാനോ വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നാനോ വൈറ്റ് ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നാനോ വൈറ്റും കോട്ട്സും തമ്മിലുള്ള ഡിഫറൻസ്. കോട്ട്സ് എനിക്ക് തോന്നുന്നു കോട്ട്സാണ് കുറച്ചുകൂടെ ഭംഗി. നാനോ വൈറ്റ് രസമുണ്ട്, വൃത്തിയാക്കി വെച്ചാൽ രസമുണ്ട്. ഇതിൽ ഇനിയിപ്പോൾ കറ പിടിക്കോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. ഇതിൽ കറ പിടിച്ച് നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവർ പറഞ്ഞിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യം കുറച്ച് ഭംഗിയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അത് വീഡിയോ പെട്ടെന്ന് വന്ന് എടുക്കുമ്പം വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ഇതിനകത്തൊന്നും ഫില്ല് ചെയ്ത് വെച്ചിട്ടില്ല, കാരണം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് മറ്റേ ഗ്രീൻ കിച്ചൺ ആണ് കേട്ടോ. പിന്നെ അവിടെ കണ്ടു OTG അവിടെ കണ്ടു. അതിനടുത്ത് ഈ ഒരു കൗണ്ടർ ടോപ്പ്. ഇപ്പോഴത്താണ് നമ്മുടെ ഹോബും ഹുഡൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്, ഒരു ഡ്രോവർ ഉണ്ട്. ആ ഡ്രോവറിൻ്റെ അകത്ത് ഡ്രോവറിൻ്റെ അടുത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ 1-2 സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ടിഫിൻ ബോക്സ് ഉണ്ട്. നമ്മൾ ഐഷാസ് കാർട്ടിലെ പ്രൊഡക്റ്റാണ് ഇത്. പിന്നെ നമ്മൾ
നൂൽപുട്ടുണ്ടാക്കുന്ന മെഷീനില്ലേ അത്. ഒന്നും അധികം സാധനങ്ങളൊന്നും ഇതിലൊന്നും കുത്തി നിറച്ചിട്ടില്ല. ഇതിലൊന്നുമില്ല. ഇവിടെ ഇതിൻ്റെ അകത്തൊരു ബോക്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. കണ്ടെയ്നർ സ്റ്റോറേജ് ബോക്സുകളും സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇനിയും വെക്കാനുണ്ട്. അപ്പം ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമില്ല, പക്ഷെ നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ള സാധനങ്ങളും പെട്ടെന്ന് എടുക്കണം എന്നില്ല, എന്നാൽ എടുക്കേണ്ട സാധനങ്ങളും. ഇതൊക്കെ നമ്മൾ മേലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കയ്യിൽ നിന്ന് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ താഴെ തന്നെ വെച്ചിട്ടുണ്ട്, കുട്ടികൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് കേട്ടോ. ഓക്കെ, അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത് നമ്മളെ ഹുഡും ഹോബും. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഇവിടെ ഒരു വിക്കർ ബാസ്ക്കറ്റ് ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കണ ബാസ്ക്കറ്റാണ്. പക്ഷെ ഞാനിതിൽ ഫ്രൂട്ട്സ് അല്ല വെച്ചിട്ടുള്ളത്, കാരണം ഇതിനകത്ത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇതിൽ കെമിക്കൽസ് ട്രീറ്റ് ചെയ്തിട്ടില്ല, കാരണം ഇതിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെക്കാനുള്ളത് കൊണ്ടിട്ടാണ്. അപ്പോൾ പക്ഷെ ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത് എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന മീൻസ് പെട്ടെന്ന് ആവശ്യമുള്ള മാറ്റുകൾ ഉണ്ടാവില്ലേ, നമുക്ക് ഫുഡൊക്കെ വീഡിയോസൊക്കെ എടുക്കുമ്പം ഉള്ള മാറ്റുകൾ, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഇതിലെൻ്റെ ഒരു കട്ടിംഗ് ബോർഡ് മേലെ വെച്ചിട്ടുണ്ട്. ബാക്കി കട്ടിംഗ് ബോർഡ്സ് മൊത്തം അതിനകത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഇത് എനിക്ക് എപ്പോഴും യൂസ്ഫുള്ളാണ്, എപ്പോഴും ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ഞാനിത് അതുപോലെ എല്ലാം കൂടി അടുക്കിപ്പെറുക്കി വെച്ചതാണ്. അത് സാധനങ്ങളൊക്കെ ഇതൊക്കെ കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ട്രേ മീൻസ് വുഡൻ ട്രേകളാട്ടോ അതിൽ വെച്ചിട്ടുള്ളത്. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ആക്ച്വലി ഇത് വീണ്ടും പറയുകയാണത് വിക്കർ ബാസ്ക്കറ്റ് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഇട്ട് വെക്കാനുള്ളതാണ്. പക്ഷെ ഞാൻ ഇതിനാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് ഇട്ട് വെക്കാൻ ഒരുപാട് പാത്രങ്ങൾ കിട്ടും. പക്ഷേ കട്ടിംഗ് ബോർഡ് ഇതൊക്കെ വെക്കാനുള്ള സ്പേസ് അത് അധികം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനത്തെ ഇതിലൊക്കെ വെക്കുമ്പോൾ, ഡ്രോവേഴ്സിലൊക്കെ വെക്കുമ്പോൾ നമുക്കത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി ഇങ്ങനെ ഇതിൽ വെച്ചപ്പോഴിട്ടോ. അപ്പം ഇനി അത് തെറ്റായ രീതിയിൽ വെച്ചെന്ന് പറയരുത്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വെച്ചതാണ് കേട്ടോ. അപ്പം ഈ ഒരു വിക്കർ ബാസ്ക്കറ്റ്. പിന്നെ ഇതിൽ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് വന്നതുകൊണ്ട് തന്നെ ഫുൾ കംപ്ലീറ്റ് ഒരു വൈറ്റിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഓടായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ എന്നാലും ഒരു ഭംഗിയുണ്ട്. ഇത് മൊത്തം വൈറ്റ് ആയിരുന്നെങ്കിൽ ഈ ഒരു ഭംഗി മിസ്സാവുമെന്ന് തോന്നി എനിക്ക്. ആദ്യം നമുക്ക് അങ്ങനെ ഒരു ഓഡ് ഫീലിംഗ് തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തത് കഴിഞ്ഞു. ഇനി ഇതാ ഇവിടെ നമ്മളെ വീട്ടിൽ കൂടുതലും OTG ആണെങ്കിലും ഡിഷ് വാഷർ ആണെങ്കിലും ഹോബ്, ഹുഡ്, അതുപോലെ തന്നെ ഈ ഇൻഡക്ഷൻ ബേസ്, ഇതെല്ലാതും ഹാഫ്ലൈൻ്റെ നമ്മൾ വെച്ചിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനിതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് മറ്റേ കിച്ചൺ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇനി യൂസ് ചെയ്തിട്ട് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഈ ഹോബ് യൂസ് ചെയ്തപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കാസ്റ്റ് അയൺ ആണ്. അപ്പം എന്താ പറയുക, ഒരു കംഫർട്ടബിൾ കുറവുള്ള പോലെ തോന്നി. ഹാഫ്ലൈൻ്റെ നല്ല റേറ്റ് ഉണ്ട് ഹാഫ്ലൈൻ്റെത്. പക്ഷേ ആ റേറ്റിനനുസരിച്ചിട്ടുള്ള വർത്ത് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനത് വല്ലാണ്ട് ഓപ്പണായിട്ട് പറയുന്നില്ല. യൂസ് ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഈ ബേണറിൻ്റെ ഫ്ലെയിം വരുന്ന ആ ഒരു ഹോൾസ് പലയിടത്തൊക്കെ എടുക്കണം. അതുകൊണ്ട് ഒരു ഈവണായിട്ട് ഫ്ലെയിം വരുന്നില്ല. നമുക്ക് ചൂടാവുന്നുണ്ട്, ബട്ട് ഈവണായിട്ട് എല്ലായിടത്തും ഫ്ലെയിം വരുന്നില്ല. ഒന്ന് അടുപ്പിച്ചെടുക്കും. ഇതിങ്ങനെ ഹോൾസ് പലയിടത്താണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തു കൂടിയാണ് ഈ ഫ്ലെയിം വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ചൂടുണ്ടാവുമായിരിക്കും, പക്ഷെ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. നമ്മൾ ഫ്ലെയിം കൂട്ടലും കുറക്കലൊക്കെ ചെയ്യുമ്പോഴേ അവിടെ എന്തോ ഒരു മിസ്സിങ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഇതറിയുന്നവർ പറയുക. അപ്പം നമ്മൾ ഹാഫ്ലൈൻ്റെ ബോഷിൻ്റെ ആണോ വേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. രണ്ടും ഒരേപോലത്തെ ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൽ ഹാഫ്ലൈനാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് പിന്നെ ഇൻഡക്ഷൻ, ഇതും സോളാർ ഉണ്ടെങ്കിൽ പോലും ഞാനത് യൂസ് ചെയ്തിട്ടില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള എൻ്റെ മറ്റേ സ്റ്റവ് അവിടെ ഉണ്ട്. അതും ഇങ്ങനെ ഇറക്കി വെക്കുന്ന സ്റ്റവ് തന്നെയാണ്. പക്ഷേങ്കിൽ ഞാനത് പുറത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ, കൗണ്ടർ ടോപ്പിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ അടുത്ത വീഡിയോയിൽ മീൻസ് നമ്മളെ മറ്റേ കിച്ചൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ പറയാം. അപ്പം ഹുഡ്, ഹോബ്, ഇൻഡക്ഷൻ ബേസ് ഇതെല്ലാം കഴിഞ്ഞു. കൗണ്ടർ ടോപ്പും പറഞ്ഞു. ഇനി അടുത്തത് ഈ ഒരു ടാൻഡം ബോക്സ്. ഇത് ഈ ഹോബിൻ്റെ നേരെ അടുത്തുള്ള ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ എനിക്ക് വീഡിയോ എടുക്കുമ്പം ആവശ്യമുള്ള പാത്രങ്ങളാണ് കൂടുതലും വെച്ചിട്ടുള്ളത്.
അതായത് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ചില പാത്രങ്ങൾ സെർവിങ്ങിനായിട്ട് വേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ പാത്രങ്ങൾ, കാരണം ഇത് വേറെ എവിടെയെങ്കിലും വെച്ചാൽ ഞാനത് തപ്പിപ്പിടിച്ച് നടക്കും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഈ ഡ്രോവറിൽ വെച്ചിട്ടുള്ളത്. ഇതിൽ ശരിക്കും നമ്മൾ വെക്കുന്നത് നമ്മൾ സ്പൈസസ് അങ്ങനെയൊക്കെയാണ് ഇവിടെ വെക്കാം. പക്ഷെ ഞാൻ അതിനായിട്ട് വേറെ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡ്രോവറിൻ്റെ അകത്ത് വേറൊരു ഡ്രോവർ ഉണ്ട്, കാണിച്ചു തരാം. അതായത് നമ്മളെ കട്ട്ലറീസൊക്കെ വെക്കുന്ന ഒരു ബോക്സ്, റാൻഡം ബോക്സ് കേട്ടോ. ഈ ഇതിനകത്ത് എൻ്റെ പുതിയ കട്ട്ലറീസൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇതും എനിക്ക് വീഡിയോ റിലേറ്റഡ് പർപ്പസിനായിട്ട് മാത്രമുള്ള ഒരു കട്ട്ലറി ബോക്സാണ്. ഇത് ഇക്സോറ എക്സ്പോർട്സിൻ്റെ സംഭവമാണ്. ഇത് നെസ്റ്റേഷ്യൻ്റെത്. ഇതും ഇക്സോറ എക്സ്പോർട്സ്. ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്താൽ മതി. ഇത് നെസ്റ്റേഷ്യ. ഇത് മാനാർ ക്രാഫ്റ്റ് ബ്രോൺസിൻ്റെയാണ്. ഓക്കെ, ഇതൊക്കെ പിന്നെ ഞാൻ വാങ്ങിച്ചതാണ്. അങ്ങനെ ഇത് ഇക്സോറ എക്സ്പോർട്സ്. ഇനിയുണ്ട് ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള കുറേ പാത്രങ്ങൾ. ഇൻഷാല്ല ഞാൻ മറ്റേ കിച്ചൺ ടൂർ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മളെ കട്ടറി ബോക്സ് ക്ലോസ് ചെയ്യാണ്. അതിന് താഴെ ഈ ഒരു ബോക്സ്, ഈ ഒരു ഡ്രോവറും ക്ലോസ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ താഴെ എനിക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പോൾ ആവശ്യമുള്ള പാത്രങ്ങൾ, അതായത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാട്ടോ എല്ലതും. ഇത് മൊത്തം റോയൽ ഫോർഡിൻ്റെയാണ്, U8 കേട്ടോ എല്ലതും. ഇത് ഡബിൾ സൈഡ് ഗ്രിൽ പാനാണ്, 2 സൈഡ് യൂസ് ചെയ്യാം. ഒക്കെ ഞാൻ യൂസ് ചെയ്ത പാത്രങ്ങൾ, ഇതൊക്കെ എല്ലാം യൂസ് ചെയ്ത പാത്രങ്ങൾ. ഇത് മാത്രമേ യൂസ് ചെയ്യാത്തുള്ളൂ, ബാക്കി എല്ലാതും യൂസ് ചെയ്ത പാത്രങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ഡ്രോവറും ഈ ഒരു പേർപ്പസ് അല്ല. ഇത് ശരിക്കും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇടാനുള്ള മസാലപ്പൊടികളൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ്. പക്ഷേ എനിക്ക് നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇത് കാസ്റ്റ് ചെയ്യേണ്ട നല്ല ഭംഗിയുള്ള പാത്രമാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇവിടെ. പിന്നെ നമ്മുടെ ഈ ഒരു ഡ്രോവറിൻ്റെ വീതി കണ്ടില്ലേ, ഇത്രയും വീതി ഉണ്ട് കേട്ടോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷനും ഗ്യാസ് ബേണറും ഒരുമിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഇത് രണ്ടിനും കൂടിയുള്ള ആ ഒരു സ്പേസിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞിട്ട് ചെയ്തതല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിന് മാത്രമായിട്ട് ഡ്രോവർ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ അപ്പുറത്തിങ്ങനെ മാറി നിൽക്കുന്ന പോലെ തോന്നൂലേ. രണ്ടും കൂടി ഒരുമിച്ചുള്ള രണ്ടും കൂടി ഒരുമിച്ച് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡ്രോവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്ത് ഇവിടെ ഒരു ഡ്രോവർ ഉണ്ട്. ഇതിൻ്റെ പേരെന്താന്നുള്ളത് എനിക്ക് ഒരു പിടുത്തമില്ല, പക്ഷെ ഇതും നല്ല യൂസ്ഫുൾ ആണ്. ഇതിൽ നമുക്ക് മസാലപ്പൊടികൾ അങ്ങനത്തൊക്കെ വെക്കാം. പക്ഷെ ഞാനിവിടെ എനിക്ക് UAE നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളാണ് ഇതിൽ വെച്ചിട്ടുള്ളത് കൂടുതലായിട്ട് കേട്ടോ. പിന്നെ അതായത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യില്ല, പക്ഷെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളാട്ടോ. അപ്പോൾ ഇതും നമുക്ക് സ്പൈസ് പൗഡേഴ്സൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു പുൾ ഔട്ട് പോലെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കോർണർ യൂണിറ്റ് ഉണ്ട്. അതായത് കോർണർ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാവില്ല. അപ്പം അതിനായിട്ടുള്ള ഒരു കോർണർ യൂണിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു കോർണർ യൂണിറ്റിൽ ഞാനിതാ പാത്രങ്ങളാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ പാത്രങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ 2 കോർണർ യൂണിറ്റ് ഉണ്ട്. 2ലും പാത്രങ്ങൾ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് ഈ കിച്ചണിൽ കൊടുത്തിട്ടുള്ള ആക്സസറീസ്. പിന്നെ അടുത്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ക്ലീനിങ് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഷെൽഫുണ്ട്. ഇതിൽ ഫുള്ള് ക്ലീനിങ് സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സിങ്കിൻ്റെ താഴെ വേസ്റ്റ് ബിൻ ഉണ്ട്. പിന്നെ സിങ്കിൻ്റെ താഴെ ഇത് സ്റ്റീലാണ്. ഇതിനകത്ത് സാധാരണ ഇവിടെ സ്റ്റീലല്ല കൊടുക്കൽ, ഇപ്പോൾ ഇവിടെ സ്റ്റീലാണ്. അപ്പം നമുക്ക് ക്ലീൻ ആക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര കച്ചറാവൊന്നുമില്ല കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. സിങ്കിൻ്റെ താഴെ നിങ്ങൾ ആരെങ്കിലും കിച്ചണിൽ ചെയ്യുമ്പോൾ സിങ്കിൻ്റെ താഴെ സ്റ്റീൽ കൊടുക്കാൻ നോക്കുക കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സിങ്ക് സിൽവാൻ്റെ അടുത്താണ് കേട്ടോ. സിൽവാൻ്റെ അസർവ സിങ്കാണ് ഇത്. സ്ക്രബ് ചെയ്താലൊന്നും സ്ക്രാച്ച് പ്രൂഫാണ്, നല്ല സിങ്കാണ്. സിങ്ക് ഒന്ന് കാണിച്ചു തരാം. വെള്ളം വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയും വരുന്നുണ്ട്, വേറൊന്നും കൂടി വരുന്നുണ്ട്. ഈ 2 രീതിയിലാണ് ഇതിൽ വെള്ളം വരുന്നത് കേട്ടോ. ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. ഓക്കെ, പിന്നെ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ഈ സിങ്ക് എനിക്ക് മറ്റേ സിങ്കിനേക്കാൾ ഇഷ്ടമായി കേട്ടോ. അത് വേറെ കാര്യം. കാരണം നമുക്കിങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ഇതുപോലെ വാഷ് ചെയ്യാം. ഇവിടേക്കൊക്കെ വെള്ളത്താൻ വേണ്ടി നമുക്കിങ്ങനെ വലിച്ചിട്ട് ചെയ്യാം. ഇത് ഒരുപാട് വീടുകളിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്.
ഒരുപാട് കിച്ചണിൽ ഇങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു ട്രേയും കൂടി ഉണ്ട്. ഇതിൻ്റെ കൂടെ വേറെയും സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ സിങ്കിൻ്റെ ടൂർ അല്ലല്ലോ ചെയ്യണത്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പം ഇത് സിൽവാൻ്റെ അടുത്താണ് അസർവ സിങ്ക് കേട്ടോ, അസർവ ബ്രാൻഡ്. പിന്നെ ഇവിടെ ഇവിടെയും പിന്നെ അവിടെയും വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ സിങ്കിൻ്റെ താഴെ കാണിച്ചു. പിന്നെ ഇതൊക്കെ നെസ്റ്റേഷ്യൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. അതിലൊന്നും സാധനങ്ങൾ ഇട്ട് വെച്ചില്ല, ജസ്റ്റ് വെച്ചേ ഉള്ളൂ. പിന്നെ ഇംപെക്സിൻ്റെ എയർ ഫ്രയർ ആണ്. ഞാൻ കാണിക്കാം, അതൊക്കെ പിന്നീട് കാണിക്കാം. ഇവിടെ എന്തൊക്കെയാണ് വെച്ചതെന്നുള്ള കാണിക്കണ്ടേ. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഡിഷ് വാഷിൻ്റെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാർഡ്ബോർഡ് ബോക്സുകളൊക്കെ വെച്ചിട്ട് കാണിക്കുന്നില്ല. ഇവിടെ ഒരു ഡ്രോവർ ഉണ്ട്, തുറക്കാൻ പറ്റുന്ന ഡ്രോവറാണ്. പിന്നെ ഇവിടെ ഒരു സ്പേസും കൂടി ഉണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്രൈങ് പാനൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അപ്പം നമുക്കിഷ്ടമുള്ള ഫ്രൈങ് പാൻ ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കാം. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇതിനെന്താ പാൻ ഹോൾഡറോ പാൻ ഹാങ്ങറോ അങ്ങനെ തോന്നുന്നു പേര് പറഞ്ഞു. പിന്നെ ഇതാണ് നമ്മുടെ ഡിഷ് വാഷർ കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. ഇതും ഹാഫ്ലാൻഡ് തന്നെയാണ്. പിന്നെ ഇവിടെ റിബ്ഡ് ഗ്ലാസ്സിൽ വരുന്ന വേറൊരു ക്യാബിനറ്റും കൂടി ഉണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഓരോ ഇങ്ങനത്തെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുള്ളത്. അതായത് നമ്മൾ കിച്ചണിലോട്ട് ആവശ്യമുള്ള എന്താ പറയുക, ഇതാകാറുണ്ട് ഫുഡ് ഡീഹൈഡ്രേറ്റർ, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ടോസ്റ്റർ, സാൻഡ്വിച്ച് മേക്കർ, പിന്നെ വെജിറ്റബിൾസൊക്കെ വാഷ് ചെയ്യണത്, പിന്നെ കോഫി മേക്കർ, അങ്ങനെ ഇനിയും കുറേ സാധനങ്ങൾ വരാനുണ്ട്. പതിയെ പതിയെ വെക്കുള്ളൂ. ഓക്കെ, പിന്നെ അതിൻ്റെ അടുത്താണ് ഫ്രിഡ്ജ് വരുന്നത്. ഫ്രിഡ്ജ് എന്തായിരുന്നു, സാംസങ് ആണോ LG ആണോ? സാംസങ് ആണ്. സാംസങ്ങിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് കേട്ടോ. ഫ്രിഡ്ജ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ആവും, സൗണ്ട് ഒന്നുമില്ലേ. ഇപ്പോൾ റൂഹിയൊക്കെ ഉണ്ടല്ലോ, ഫ്രിഡ്ജ് തുറന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു സൗണ്ടൊക്കെ വരുതാ. നമുക്ക് കിച്ചണിൽ വെക്കുമ്പം റൂഹി വെറുതെ ഫ്രിഡ്ജ് തുറക്കുന്ന ആളാണ്, അപ്പം സൗണ്ട് കേൾക്കും തുറക്കുന്നുണ്ട് ഫ്രിഡ്ജ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രിഡ്ജ്. ഇനി നമുക്ക് പാത്രങ്ങൾ കുറച്ച് കണ്ടുനോക്കാം. പിന്നെ ഗ്ലാസിൻ്റെ പാത്രങ്ങളാട്ടോ വെച്ചിട്ടുള്ളത്. മീൻസ് ഗ്ലാസിൻ്റെ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സുകൾ കേട്ടോ. ഇനിയും കുറേ ഗ്ലാസ്സുകൾ വരാനുണ്ട്. അപ്പം ഗ്ലാസ് വെച്ചിട്ടുള്ളത് ഗ്ലാസ് ഡോർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലാസിൻ്റെ തന്നെ വെക്കാന്ന് വെച്ചു. മറ്റു ടൈപ്പ് വെച്ചു, പക്ഷെ ഒരു ഭംഗി കിട്ടിയില്ല. ഇവിടെയും അതെ ഗ്ലാസിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ നമ്മുടെ കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെ അകത്തെ ലൈറ്റ്, ഞാൻ ഈ ഒരു ലൈറ്റ് മതി എന്ന് പറഞ്ഞു. ചില ഒരു വാം ലൈറ്റൊക്കെ കൊടുക്കില്ല ചിലർ, എനിക്കതെന്തോ ഇഷ്ടമല്ല. അപ്പം നമ്മളിഷ്ടത്തിനല്ല ചെയ്യുക. അപ്പം ഞാൻ വാം ലൈറ്റ്, യെല്ലോ ലൈറ്റ്, ഓറഞ്ച് ലൈറ്റൊക്കെ കൊടുക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു ലൈറ്റാണ് ഇതിലിഷ്ടം. ഒരു ക്ലാസിക് ടച്ച് വരാൻ വേണ്ടിയിട്ട് ഇത് മതിയെന്ന് പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു നമ്മുടെ ഇതുണ്ട്, കേർട്ടൻ. ഞങ്ങളിതാ ഇങ്ങനത്തെ ബ്ലൈൻഡ്സാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതിനെന്തോ ഒരു പേര് പറഞ്ഞിരുന്നു, എനിക്കെൻ്റെ ഓർമ്മയില്ല. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴേ നമുക്കിതിന് ശരിക്കുള്ള പേരുകൾ അറിഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. എന്തൊരു പേര് പറഞ്ഞു. ഓക്കെ, ഈ ബ്ലൈൻഡ്സ് എനിക്ക് മറ്റ് ബ്ലൈൻഡ്സിനേക്കാളും ഇഷ്ടമായി. കാരണം ഇത് ലൈറ്റ് വരണമെങ്കിൽ ഇങ്ങനെ ആക്കാം, ഇനി പറ്റ ലൈറ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്തു. ഈ കൗണ്ടർ ടോപ്പിൽ മെയിനായിട്ട് നമ്മുടെ ഗ്യാസ് ബേർണറിൻ്റെ തൊട്ടടുത്തുള്ളത് ഈ ഐറ്റംസൊക്കെയാണ്. ഇത് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നെസ്റ്റേഷ്യൻ്റെ ആണ്. ഇത് ഇക്സോറ എക്സ്പോർട്സ് ആണ്. പിന്നെ അങ്ങനെ ഓക്കെ. അപ്പം ഈ ഒരു ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് നമ്മളെ GTPT, അതായത് പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്റ്റാൻഡുകളാണ് കേട്ടോ. അതിൽ ഞാൻ പിന്നെ UAE നിന്ന് കൊണ്ടുവന്നത് റോയൽ ഫോർഡിൻ്റെ പാത്രങ്ങളാണെന്ന് തോന്നുന്നു. യെസ്, റോയൽ ഫോർഡിൻ്റെ പാത്രങ്ങളാണ്, UAE നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളാണ്. പിന്നെ ഇവിടെ ഞാൻ അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല. ഇതും ഈ പാത്രങ്ങളൊക്കെ ഇക്സോറ എക്സ്പോർട്സ് ആണ്. പിന്നെ അത് ട്രെൻഡിയോളാണ്. ട്രെൻഡിയോളത്തെ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അത് നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ അവിടെയാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ഗ്ലാസ് ഡോർസാണ് കൊടുത്തിട്ടുള്ളത്. കാണുന്ന സ്ഥലത്ത് അവിടെ ഇങ്ങനത്തെ പാത്രങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ഭാഗമുണ്ട്. പിന്നെ ഒരു ഗ്ലാസിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട്. 3 ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൽ എനിക്ക് അത്യാവശ്യം വീഡിയോ എടുക്കുമ്പോൾ ആവശ്യമുള്ള പാത്രങ്ങളാട്ടോ കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ബൗളുകളും അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആവശ്യമുള്ളത് കേട്ടോ.
ഇതൊക്കെ പല ബ്രാൻഡ്സിനുണ്ട്. റോയൽ ഫോർഡ് ഉണ്ട്, പിന്നെ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ഇക്സോറ എക്സ്പോർട്സ് ആണ്, ഇത് നെസ്റ്റേഷ്യ, പിന്നെ ഇത് റോഷ് കുക്ക് വേസ്, പിന്നെ നെസ്റ്റേഷ്യ ഇത് വേറൊരു ടീമിൻ്റെ ആണ്. താഴെ ട്രെൻഡിയോള്, പിന്നെ അങ്ങനെ കുറേ എല്ലാതും ഉണ്ട് കേട്ടോ. എല്ലാ ബ്രാൻഡ്സും ഉണ്ട് ഇപ്പോൾ ഇതിൽ. ഓക്കെ, അപ്പം ഞാനിതൊന്നും വിശദമായിട്ട് കാണിക്കുന്നില്ല. എന്തായാലും നമുക്ക് കിച്ചൺ ടൂറിൽ ഇതൊക്കെ അല്ലേ. ഇനിയിപ്പോൾ എന്താ പറയുന്നത്, ഫുഡ് ഹോബ് എല്ലാം ചെയ്തില്ലേ. പിന്നെ ഇവിടെ സ്റ്റോർ റൂം വരുന്നുണ്ട്. സ്റ്റോർ റൂം അത്യാവശ്യം വലുപ്പമുണ്ട്. ഞാൻ സ്റ്റോർ റൂം വിശദമായി കാണിക്കുന്നില്ല, അവിടെ അത്ര അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടില്ല. അതിൻ്റെ മുകളിലാണ് ബ്രോൺസിൻ്റെ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. അത് മാലാർ ക്രാഫ്റ്റിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ റോസ് കുക്ക് വേസിൻ്റെ ഉണ്ട് കേട്ടോ. അല്ല സോറി, ഇത് ഫുള്ള് മാലാർ ക്രാഫ്റ്റിൻ്റെയാണ്. അവരെനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണുള്ളതും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിച്ചൺ ടൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ എന്താ പറയുക, എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും അറിയിക്കുക കേട്ടോ. പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. പുതിയ വീഡിയോ ഉണ്ടാക്കുന്നവർക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഡീറ്റെയിൽസ് ഇവിടെ താഴെ പിന്നിങ് കമൻറ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റ് കിച്ചൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ കുറേ 1-2 ദിവസം മുമ്പ് ഇതിൻ്റെ അകത്ത് നമ്മൾ സാധനങ്ങൾ സെറ്റാക്കി വെച്ചാണ്. ഇനിയിപ്പം ഇതിൽ നിന്ന് എടുത്തിട്ട് താഴെ വൈറ്റ് കിച്ചണിൽ ഇപ്പോഴും സെറ്റാക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കിച്ചൻ്റെ കിച്ചൺ ടൂർ ചെയ്യാത്തത്. വൈറ്റ് കിച്ചണല്ല, മറ്റേ കിച്ചണിലും കിച്ചൺ ടൂർ ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ റീൻ്റെ റൂമാണ്. റീൻ്റെ റൂമിൻ്റെ കമ്പൗണ്ടിൻ്റെ അകത്ത് മുഴുവനും നമ്മളെ സാധനങ്ങളാട്ടോ, ഒന്നും കൂടി സെറ്റാക്കിയിട്ടില്ല. ഈ പാത്രങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഈ സംസാരിക്കുന്ന വീഡിയോ ഞാൻ ചിലപ്പം ഫസ്റ്റത്തെ കിച്ചൺ ടൂർ കഴിഞ്ഞ ശേഷമായിരിക്കും അതെങ്ങനെയാണ് കിച്ചൺ ടൂർ ആക്കിയത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യും. ചിലപ്പം പോസ്റ്റ് ചെയ്യുള്ളൂ. എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ UAE നിന്ന് കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു. റോയൽ ഫോർഡിൻ്റെ ഫ്ലാസ്ക്കാണ്. ഇതുവരെ പുറത്തേക്ക് എടുത്തിട്ടില്ല. ഞാൻ തന്നെ അന്ന് ഒരൊറ്റ പ്രാവശ്യമേ കണ്ടുള്ളൂ. ഇതൊന്നും ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നുമില്ല കേട്ടോ. കാരണം ഇപ്പം നമുക്കിപ്പം കുറേ പേരൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്കിതിൽ വെള്ളമൊക്കെ ആക്കി വെക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇത് 5 ലിറ്ററിൻ്റെ കേട്ടോ ഈ ഒരു വേക്കൻ ഫ്ലാസ്ക് വരുന്നത്. ഇത് UAE നിന്ന് കൊണ്ടുവന്നതാണ്. അതൊക്കെ നമ്മുടെ വീഡിയോസിൽ പറയാറുണ്ട്, നിങ്ങൾ പാത്രങ്ങളൊക്കെ എവിടുന്നാണ് വാങ്ങിച്ച് ഓരോ പാത്രത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ലിങ്കൊന്നും എനിക്ക് ഷെയർ ചെയ്യാനില്ല. ഇത് UAE നിന്ന് വാങ്ങിച്ചതാണ്. റോയൽ ഫോർഡ് ബ്രാൻഡാണ്. ഇതാണ് ഫ്ലാസ്ക് ഡീറ്റെയിൽസ് കേട്ടോ. പിന്നെ പാത്രങ്ങൾ ഹോം വെയിൻ്റെ പാത്രങ്ങളുണ്ട്. ഇത് മൊത്തം ഹോം വെയിൻ്റെ ആണ്. അതുപോലെ തന്നെ റോയൽ ഫോർഡിൻ്റെ പാത്രങ്ങളുണ്ട്. പിന്നത്തെ ബ്രാൻഡ്സ് ഏതൊക്കെയായിരുന്നു ഞാൻ ഓരോന്നും എടുക്കുമ്പോൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓൾസൺ മാർക്കിൻ്റെ നല്ല യൂസ്ഫുൾ ആണിത്. ടോസ്റ്ററാണ്. ഞാനിത് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇതിനകത്തുള്ള പ്ലേറ്റ്സൊക്കെ വേറെ ഏതോ പാത്രത്തിലാണ്. ഓക്കെ, ഇതിനകത്ത് ഗ്രില്ല് ചെയ്യാൻ പറ്റും, ടോസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ എന്തൊക്കെയോ പാനുകളുണ്ട്. പിന്നെ ഉണ്ണിയപ്പം പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള പാനുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ഞാൻ എന്തോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ഇവിടെ ഒരു കോഫി മേക്കർ ഉണ്ട്. അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെ എടുക്കും? ഓക്കെ, പാത്രങ്ങളൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് വരുമ്പോഴേക്കും എന്തായാലും സമയം വൈകും. ആദ്യം ഞാൻ വിചാരിച്ചു ഇതൊക്കെ സെറ്റാക്കിയിട്ട് വീഡിയോ എടുത്താൽ മതിയെന്ന്. പക്ഷേ സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. സമയം ഉണ്ടെങ്കിൽ മാത്രമേ വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് ശേഷമാണ് ഞാൻ കിച്ചൺ ടൂർ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താണ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇവിടെ മൊത്തം പഴയ ഇതാണ് ഡ്രസ്സ്. ഇതാണ് ഇത് റോയൽ ഫോർഡിൻ്റെ ആണെന്ന് തോന്നുന്നു. റോയൽ ഫോർഡിൻ്റെ ബിരിയാണി പോട്ടാണ്. വലിയൊരു ബിരിയാണി പോട്ടാണ്. എന്തൊക്കെ സാധനങ്ങളാണ്. ഇതൊന്നും എടുക്കാം. വലിയൊരു പോട്ടല്ലേ. നമുക്ക് മേലെ ഇതിൽ അത്യാവശ്യം സ്ഥലമുണ്ട് വെക്കാനുള്ളത്. പക്ഷെ ഒന്നിലും സാധനങ്ങൾ വെച്ചിട്ടില്ല. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഓൾസൺ മാർക്കിൻ്റെ ആ ഒരു ഗ്രിൽ പാൻ ഇല്ലേ, ഈ ഒരു ഗ്രിൽ പാൻ ഇതിൻ്റെ അകത്തുള്ള പ്ലേറ്റ്സുകളാണ്.
ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. ഓക്കെ, ഇതിലൊക്കെ ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വൈറ്റ് കിച്ചണിൽ ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പരന്ന് കിടക്കുന്നതിന് ശേഷമാണ് ഞാൻ ആ ഫസ്റ്റത്തെ വീഡിയോ, ചിലപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും, അതായത് നമ്മളിതൊക്കെ സെറ്റാക്കിയതിന് ശേഷമുള്ള വീഡിയോ ആയിരിക്കും കൊടുക്കുന്നത് ഫസ്റ്റ്, അതിന് ശേഷമായിരിക്കും ഇത് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. എല്ലാം ഒന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ട്. ഇനി പാത്രങ്ങൾ ഇനി വെച്ചില്ല എന്ന് വേണ്ട നമ്മുടെ പുതിയ കിച്ചണിൽ ഒക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാണ്. ഇതൊക്കെ ഞാനും ഇപ്പോഴാണ് കാണുന്നത്. ഇതിൻ്റെ കളേഴ്സൊക്കെ ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നു, ഇവയിൽ കൊണ്ടുവന്ന പാടെ വെച്ചതാ. വൈറ്റ് കിച്ചണിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്, ഇപ്പോൾ ക്ലീനാക്കി വെച്ചതാണ്. ഇപ്പോഴാണ് ഇതൊക്കെ പുറത്തേക്ക് എടുക്കുന്നത്. ഇത് ഹോം വെയിൻ്റെ ആട്ടോ ഇതൊക്കെ പാത്രങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.